അൽഹംദുലില്ലാഹ്, നമ്മുടെ നാടും നമ്മുടെ മക്കളും ഫലമറിയാൻ കാത്തിരിക്കുകയും ഫലമറിഞ്ഞ സമയത്തിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ ഫലമറിഞ്ഞു. പുതിയ മന്ത്രിസഭയ്ക്ക് വേണ്ടിയിട്ടുള്ള ആലോചന, തർക്ക ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. SSLC എഴുതുന്ന വലിയ വിദ്യാർത്ഥികൾ +2, +1 ഇംപ്രൂവ്മെന്റ് റിസൾട്ട് അടക്കമുള്ളത് വരാനിരിക്കുന്നു. നീറ്റ് പരീക്ഷ എഴുതി പ്രതീക്ഷയോടെ പലരുടെയും മക്കൾ കാത്തിരിക്കുന്നു. അങ്ങനെ പലവിധ ഫല പ്രഖ്യാപനങ്ങളുടെയും കഴിഞ്ഞുപോയ പ്രഖ്യാപനങ്ങളുടെ അടിസ്ഥാനത്തിന്റെയും അതിൻ്റെ നിർമ്മാണാത്മകരമായ പ്രവർത്തനങ്ങളുടെയും വ്യത്യസ്തമായ അനുരണ ശബ്ദങ്ങൾ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ വാർത്താ ചാനലുകളിലൂടെ, മീഡിയ ദൃശ്യ ശ്രാവ സംവിധാനങ്ങളിലൂടെ കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഈ വെള്ളിയാഴ്ച ദിവസം നമ്മുടെ ചുറ്റുപാടുകൾക്ക് നാം കേൾക്കുന്ന പല രൂപത്തിലുള്ള വാർത്തകൾ, ചർച്ചകൾ, സംവാദങ്ങൾ, സംസാരങ്ങൾ, അത്തരം വിഷയങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങൾ, വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ, അതിൻ്റെയൊക്കെ ഒരു ഇസ്ലാമിക മുൻമാതൃകയും കാഴ്ചപ്പാടുകളും അടങ്ങുന്ന ചില ചരിത്ര സംഭവങ്ങളും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തീരുമാനങ്ങളും ഇസ്ലാമിന്റെ ആഭ്യന്തര കാഴ്ചപ്പാടുകളും രാഷ്ട്രീയ മീമാംസകളും അതിന് നേതൃത്വം വഹിച്ച മുൻഗാമികളുടെ രീതികളുമൊക്കെ മുസ്ലിമീങ്ങളായ നാം മനസ്സിലാക്കി വെക്കുകയും അതിൽ നിന്ന് വലിയ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ആദരവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ബഹുമാനപ്പെട്ട അബൂദർ റളിയല്ലാഹു അൻഹു വന്നിട്ട് പറയുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ നക്ഷത്രതുല്യരായ തിരുനബിയുടെ അനുചര വൃന്ദങ്ങളിൽ ഏറ്റവും പ്രമുഖരായ സഹാബക്കളിൽപ്പെട്ട ഒരാളാണ് അബൂദർ റളിയല്ലാഹു അൻഹു. ഖുൽതു, അബൂദർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, സഹീഹുൽ മുസ്ലിമിൽ ഈ ഹദീസ് കാണാവുന്നതാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അലാ തസ്തഅ്മിലുനി, എനിക്ക് ഒരു ഭരണപരമായ ഒരു ഉദ്യോഗം അല്ലെങ്കിൽ ഒരു സ്ഥാനം എനിക്ക് ഏൽപ്പിച്ചു തന്നുകൂടെ, ഒരു ഉത്തരവാദിത്വം എനിക്ക് ഏൽപ്പിച്ചു തന്നുകൂടെ എന്ന് അബൂദർ റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാണ്. അബൂദർ റളിയല്ലാഹു അൻഹു വലിയ സ്വഹാബിയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അവിടുത്തെ ഭരണപ്രവിശ്യയെ വിശാലപ്പെടുത്തി വിവിധങ്ങളായ ഇടങ്ങളിലേക്ക് ഗവർണർമാരായിട്ടും ഖാദിമാരായിട്ടും ഹാക്കിമുകളും ഒക്കെയായിട്ട് വിവിധങ്ങളായ സ്വഹാബത്തിനെ നിയോഗിച്ച ഘട്ടത്തിലാണ് അബൂദർ റളിയല്ലാഹു അൻഹു ഈ ഒരു ചോദ്യം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് മറുപടിയായി തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക്, ഈ എക്കാലത്തെയും നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ തുടർ പഠനത്തിൽ തിരഞ്ഞെടുക്കുന്ന വിഷയത്തിൽ തുടങ്ങി തിരഞ്ഞെടുപ്പ് അടുക്കമുള്ള ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ഏതേത് ചർച്ചകളാകട്ടെ, ഏത് മുന്നണിയുടേതാകട്ടെ, ഏത് ഘടകകക്ഷിയുടേതാകട്ടെ, ഏത് ജയിച്ച പാർട്ടിയുടെ ആകട്ടെ, തോറ്റ പാർട്ടിയുടെ ആകട്ടെ, എല്ലാവർക്കും ഒരേപോലെ സന്ദേശം നൽകുന്ന ഒരു മറുപടിയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ തങ്ങളോട് പറയുന്നത്. എനിക്ക് ഭരണപരമായ ഒരു ഉത്തരവാദിത്വം, ഒരു ജോലി അങ്ങെനിക്ക് ഏൽപ്പിച്ചു തന്നുകൂടെ എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുമ്പോ അബൂദർ റളിയല്ലാഹു അൻഹുവിനോട് അബൂദർ പറയാൻ, എന്റെ തോളത്തിങ്ങനെ തട്ടിക്കൊണ്ട്, അങ്ങനെയാണല്ലോ ഒരു സ്നേഹവാത്സല്യത്തിന്റെ രൂപത്തിൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയോട് അവിടുത്തെ നിലപാട് പറയുമ്പോൾ സാധാരണഗതിയിൽ ഞാനും നിങ്ങളുമൊക്കെ സ്വീകരിക്കുന്ന ഒരു മനുഷ്യ പ്രകൃതമാണ്. എന്റെ തോളത്തിങ്ങനെ തട്ടിക്കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, യാ അബൂദർ ഇന്നക ലഈഫുൻ. ചോദിക്കപ്പെട്ട വിഷയമുണ്ടല്ലോ,
ഇന്നക ലഈഫുൻ എന്ന് പറയുമ്പോൾ കഴിവില്ലാത്തവൻ എന്ന് നിങ്ങൾ അതിനെ മനസ്സിലാക്കേണ്ടതില്ല. ആരായിരുന്നു അബൂദർ റളിയല്ലാഹു അൻഹു എന്നറിയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്ത് പോയിട്ടുണ്ടോ? മദീനത്ത് പോയാൽ ആ മദീനത്തെ പരിശുദ്ധമായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടന്നുപോയ ഇടമുണ്ടല്ലോ, ഭൂമിയിലെ സ്വർഗമാണെന്ന് പറഞ്ഞ റൗളത്തും മിൻ റിയാദിൽ ജന്ന. അവിടുത്തെ ഹുജ്റത്തുൽ ശരീഫിൽ നിന്ന് മിമ്പറിലേക്ക് ആരാധന കർമ്മങ്ങൾക്ക് വേണ്ടി കടന്നുപോയ ആ പ്രദേശം ഭൂമിയിലെ സ്വർഗമാണ് എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ദീനും നമുക്ക് പഠിപ്പിച്ചു തന്നത്. മദീനത്ത് പോയ ആളുകൾ ആ പഴയ മുത്തുനബിയുടെ പള്ളിയുടെ പിൻഭാഗത്തായി ഇന്ന് കാണാൻ കഴിയുന്ന തെന്നിമാറുന്ന മിനാരക്കെട്ടുകളുള്ള ഏക്കർ കണക്കിന് ഭൂമിയിൽ വിശാലമായി കിടക്കുന്ന മനോഹരമായ പള്ളി നമുക്ക് കാണാം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതൊരു ഈന്തപ്പഴത്തോട്ടമാണ്, പള്ളിയോട് ചേർന്നുണ്ടായിരുന്ന ഒരു ഈന്തപ്പഴത്തോട്ടമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വഹാബത്തിന്റെ ഇടയിലിരിക്കുമ്പോൾ ജിബ്രീൽ വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്തുമായി വരുന്നത്. ആ ആയത്തിന്റെ കുറഞ്ഞ ഭാഗം ഇങ്ങനെയാണ്: ഹത്താ തുൻഫിഖു മിമ്മാ തുഹിബ്ബു. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സംഗതി എന്താണോ അത് സ്വതക്ക കൊടുക്കുന്നത് വരെ നിങ്ങൾ നല്ലവരായി മാറില്ല. ദീനിനു വേണ്ടി ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ നല്ലവരാണെന്ന് പറയുന്ന ഒരു ക്വാളിറ്റിയുള്ള മുസ്ലിമായി മാറില്ല എന്ന ആയത്തിറങ്ങിയപ്പോ അബൂദർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, ഈ കാണുന്ന ടൺ കണക്കിന് ഈന്തപ്പഴം വിളവെടുത്തു കൊണ്ടുപോയിട്ട് ലക്ഷക്കണക്കിന് ദിർഹമും ദീനാറും സമ്പാദിക്കുന്ന ഈ ഈന്തപ്പഴത്തോട്ടമാണ് എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സമ്പാദ്യം. നബിയെ, അത് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് സ്വതക്ക ഞാൻ നൽകുകയാണ് എന്ന് പറഞ്ഞ് അന്ന് അബൂദർ കൊടുത്ത ആ ഭൂമിയിലാണ് ഇന്ന് മിനാരങ്ങൾ, കുബ്ബകൾ തെന്നിമാറുന്ന അതിമനോഹരമായ മസ്ജിദ് മദീനത്ത് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ മദീനത്തെ പള്ളിക്ക് സ്ഥലം കൊടുത്ത ആളാണ് ബഹുമാനപ്പെട്ട അബൂദർ. ആ അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ചെറുതായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണൂലല്ലോ. മാത്രമല്ല, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മറ്റൊരിക്കൽ പറയുന്നത് കാണാം: മാ അദല്ലത്തിൽ ഖദ്റാഉ വലാ അഖല്ലത്തിൽ അബ്റാഉ അസ്ദഖ മിൻ അബീദർ. ആകാശത്തിന്റെ ചുവട്ടിൽ അല്ലെങ്കിൽ ആകാശം തണലൊരുക്കിയവരിൽ, ഭൂമി ചുമന്നവരിൽ, ഭൂമിയുടെ മുകളിൽ ജീവിച്ചിരിക്കുന്നവരിൽ അബൂദറിനേക്കാൾ സത്യസന്ധനായ കഴിവുള്ള ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി മറ്റൊരു അബൂദറിനെ പറ്റി പറഞ്ഞ മഹത്വത്തിന്റെ വാചകങ്ങൾ, കഴിവുറ്റ വാചകങ്ങൾ ഏറെ പറയാൻ കഴിയും. മറ്റൊരു സ്ഥലത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്: യർഹമുല്ലാഹ് അബൂദർ. എന്നിട്ട് പറയാൻ: യംശി വഹദഹു വയമൂതു വഹദഹു വയുബഅസു വഹദഹു. അബൂദറിന് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, റഹ്മത്ത് ചെയ്തിട്ടുണ്ട്. അബൂദർ ഒറ്റയാനായിട്ടാണ് ജീവിക്കുക, ഒറ്റയാനായിട്ടാണ് ഈ ലോകത്തിനോട് വിട പറയുക, ഒറ്റയാനായിട്ടാണ് ഏറ്റവും വലിയ പരമോന്നത നീതിപീഠത്തിലേക്ക് അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ സ്വർഗ്ഗലബ്ധിക്ക് വേണ്ടി കടന്നു വരിക എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ ഒറ്റയ്ക്കാകും എന്ന് പറയാനുള്ള കാരണം, അബൂദർ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ അനുസരിച്ച് ജീവിക്കുന്നതിലും നൈതികമായി പെരുമാറുന്ന വിഷയത്തിലും ഏറെ മുന്നിലായിരുന്നു. അവിടുത്തെ നിലപാടിനോട് യോജിക്കാൻ, അവിടുത്തെ നന്മയോട് യോജിക്കാൻ, അവിടുത്തെ സുഹൃത കർമ്മങ്ങളോട് യോജിക്കാൻ, അവിടുത്തെ ജീവിതത്തിൽ അവിടുന്ന് എടുത്തിരുന്ന നിലപാടുകളുമായി സമരസപ്പെട്ടു പോകാൻ മറ്റാർക്കും കഴിയില്ല എന്നതാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പറഞ്ഞതിന്റെ ആശയം. അപ്പൊ അബൂദർ റളിയല്ലാഹു അൻഹു ഇങ്ങനെയൊക്കെ കഴിവുള്ള ആളാണ്. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഒരിക്കൽ അബൂദർ തങ്ങൾ വന്നിട്ട് ഇസ്ലാമിന്റെ റിപ്പബ്ലിക്കൻ ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാനോട് ചോദിക്കുകയാണ്: എന്തിനാണ് ഈ ഖജനാവിൽ ഇങ്ങനെ പണം കൂട്ടിയിട്ടിരിക്കുന്നത്? എത്ര പട്ടിണി പാവങ്ങളുണ്ട്,
ജീവിത വരുമാനങ്ങളില്ലാത്ത എത്രയോ സാധുക്കളുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ അങ്ങയുടെ ഈ ഭരണപ്രദേശത്ത് ജീവിക്കുന്നില്ലേ, വീടില്ലാത്തവരില്ലേ, ഇതെല്ലാം എടുത്ത് സംഭാവന ചെയ്തുകൂടെ എന്ന് അബൂദർ ചോദിക്കുമ്പോ അബൂദറിന്റെ ഈ വാക്കുകൾ സത്യസന്ധമാണോ എന്ന് അളക്കാൻ വേണ്ടിയിട്ട് ഒരു ചാക്ക് നിറയെ നാണയത്തുട്ടുകൾ കൊടുത്തുവിടുകയാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. അബൂദർ ആ നാണയത്തുട്ടുമായി വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴാണ് പിന്നാലെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ ഒരു സൈനികൻ വരുന്നത്. അബൂദറിനോട് പറയാണ്, ഉസ്മാൻ ഖലീഫ പറഞ്ഞയച്ചതാണ്, എന്തിനാന്നറിയോ, അങ്ങേക്ക് തന്ന നാണയത്തുട്ടുകൾ ഒന്ന് നോട്ടാക്കി തരാം, അല്ലെങ്കിൽ അങ്ങേക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിന് ആക്കിത്തരാം, അതുകൊണ്ട് ആ നാണയത്തുട്ടുകൾ എനിക്ക് തിരിച്ചു തരണമെന്നാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്നത്. അപ്പോഴാണ് അബൂദറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നത്, ഞാന് ആ ഖലീഫയുടെ സന്നിധാനത്തിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് വഴിയിൽ കണ്ട പട്ടിണിപ്പാവങ്ങൾക്കും സാധുക്കൾക്കും എനിക്ക് കിട്ടിയ ആ സമ്പത്ത് സ്വതക്ക കൊടുത്ത് തീർന്നുപോയി എന്നാണ് അബൂദർ തങ്ങൾ പറയുന്നത്. അപ്പോഴാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മനസ്സിലാക്കുന്നത്, അബൂദർ നമുക്കിടയിൽ ജീവിച്ചാൽ അതൊരു ബുദ്ധിമുട്ടാകും. ഒരു രാജ്യം ഭരിക്കുന്ന ആള് എന്ന് പറയുമ്പോ, ഒരു നാടിന്റെ നേതൃത്വം എന്ന് പറയുമ്പോ, അല്ലെങ്കിൽ ഒരു നാടിന്റെ മന്ത്രി എന്ന് പറയുമ്പോ, ആ മന്ത്രിക്ക് പാവങ്ങളുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ, ആഭ്യന്തരപരമായ ഇടപെടലുകൾ നടത്തണം, നാഗരികതയുണ്ടാക്കണം, അതുപോലെ വഴി യാത്രക്കാർക്ക് റോഡ് സൗകര്യങ്ങൾ ഒരുക്കണം, വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കപ്പെടണം, അങ്ങനെ തുടങ്ങി പലവിധ ആഭ്യന്തരപരമായ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അബൂദർ ആ നേരായ മാർഗത്തിൽ ഇത് മാത്രം പറഞ്ഞ് സമ്മർദ്ദപ്പെടുത്തിയാൽ ബുദ്ധിമുട്ടാകും. അങ്ങനെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അബൂദറിനെ അസ്ഫാൻ മലയുടെ മുകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കുന്നത്. ഏതായാലും ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യംസി വഹദഹു വയമൂതു വഹദഹു വയുബഅസു വഹദഹു. അബൂദർ ദുനിയാവിൽ ജീവിക്കുന്നത് ഏകനായിട്ടായിരിക്കും, മരണപ്പെടുന്നതും വഫാത്താകുന്നതും ഒറ്റയാനായിട്ടായിരിക്കും. നാളെ മഹ്ശറാവൻ സഭയിൽ അബൂദർ കടന്നു വരുന്നതും ഒറ്റയാനായിട്ടായിരിക്കും. അത്ര വലിയ ദീനിന്റെ മൂല്യമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തിയതിന്റെ പേരിൽ അബൂദർ ഏറ്റവും മുൻപന്തിയിലാണുള്ളത്. ആ അബൂദർ റളിയല്ലാഹു അൻഹുവിനോടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ഭരണപരമായ കാര്യം എന്നെ ഏൽപ്പിച്ചു തന്നുകൂടെ എന്ന് ചോദിക്കുമ്പോ നബി തങ്ങൾ മറുപടി പറയുന്നത് ഇന്നക ലഈഫുൻ, നിങ്ങൾ ആ വിഷയത്തിൽ അശക്തനാണ്, നിങ്ങൾക്ക് കഴിയില്ല. ഒരു ഭരണം എല്ലാവർക്കും ഒരേപോലെ ആകാൻ കഴിഞ്ഞോളന്നില്ലല്ലോ. ശക്തമായി സജീവമായി ഒരു പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുണ്ടാവും, അയാൾക്ക് മന്ത്രിസ്ഥാനം കൊടുക്കാൻ പറ്റണമെന്നില്ല. എന്നാൽ തിരശീലയുടെ പിന്നിൽ പണിയെടുത്ത മറ്റാളുകൾ ഉണ്ടാകും, അവർക്ക് ചിലപ്പോ ജനപങ്കാളിത്തത്തോടുകൂടി ജനങ്ങളുമായി ഇടപെടാൻ കഴിഞ്ഞോളണമെന്നില്ല. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു മന്ത്രിസഭ രൂപീകരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ മുൻ ഭരണപരിചയവും അതുമായി ബന്ധപ്പെട്ട ജനപിന്തുണയും മറ്റുമൊക്കെയായി ബന്ധപ്പെട്ട് ചിലപ്പോ അയാള് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രവർത്തനത്തിൽ ചിലപ്പോൾ മുന്നിൽ കണ്ടോളന്നില്ല. പക്ഷെ അയാൾക്ക് പ്രവൃത്തി പരിചയമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, മുൻപരിചയമുണ്ട്, അയാൾക്ക് ചിലപ്പോൾ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാൻ കഴിഞ്ഞെന്ന് വരും. അങ്ങനെ വ്യത്യസ്തമായ രൂപത്തിലായിരിക്കും ആളുകളുടെ കഴിവും രീതികളും ഉണ്ടാകുക. ഏതുമാകട്ടെ, നമ്മളൊന്ന് നമ്മുടെ കയ്യിലേക്കൊന്ന് നോക്കിയേ. ഈ കൈ 5 വിരലും 5 രൂപത്തിലാ ഉള്ളത്. ഈ 5 രൂപത്തിലുള്ള ഈ വിരല് 5 രൂപത്തിലായി നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ എന്റെ ശരീരത്തിലേക്ക് നോക്കുന്ന നിങ്ങൾ ഞാനൊരു പൂർണ്ണനായ മനുഷ്യനാണ് എന്ന് പറയുന്നത്. അതേസമയം ഈ വിരലിന്റെ പകുതിയുള്ളൂ എങ്കിൽ നിങ്ങൾ എന്നെ പറ്റി വികലാംഗൻ എന്നാണ് പറയുക. ഈ വിരല് ഒരല്പം നീണ്ടിട്ടാണ് ഉള്ളത് എങ്കിൽ അംഗവൈകല്യമുള്ള ആള് എന്നാ പറയാ. ഈ വിരല് ഇല്ല എങ്കിൽ അങ്ങനെ ബലഹീനനായ ഒരു മനുഷ്യൻ എന്നല്ലേ പറയാ. ഈ
5 വിരലും 5 വിരലുകളുടെ സ്വഭാവം നിലനിർത്തുമ്പോഴാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ പൂർണ്ണനാകുന്നത് എങ്കിൽ മനുഷ്യന്മാർക്കും ഒരു പൊതുപ്രവർത്തകർക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും അവരുടേതായ കഴിവുകൾ നിശ്ചയിച്ചു കൊടുക്കണം. അതിനപ്പുറത്തേക്ക് എല്ലാം എന്നെ കൊണ്ടാകണം എന്നുള്ള ചിന്താഗതി ഉണ്ടാകാൻ പാടില്ല. അബൂദറിന് കഴിവില്ലാത്തത് കൊണ്ടല്ല. അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഇന്നക ലഈഫുൻ അബൂദറേ, നീ ആ വിഷയത്തിൽ അശക്തനാണ്, നിന്നെ കൊണ്ട് കഴിയില്ല. വ ഇന്നഹാ അമാനത്തുൻ, അത് വലിയൊരു ഉത്തരവാദിത്തമാണ്. ജനങ്ങളെ ഒരേ തട്ടിൽ കാണണം, മുസ്ലിമീങ്ങളെയും അമുസ്ലിമീങ്ങളെയും ഒരേ തട്ടിൽ കാണണം, വഴിയോരങ്ങൾ സൃഷ്ടിക്കണം, ഭരണപരമായ നയതന്ത്രങ്ങൾ ഉണ്ടാക്കണം, അങ്ങനെ തുടങ്ങി സൈനിക വൃദ്ധത്തിനെ ഉണ്ടാക്കണം. ആരാധന കർമ്മങ്ങളുടെ മൂല്യങ്ങളിൽ മാത്രം കഴിഞ്ഞു പോകുന്ന അങ്ങേക്ക് ഒരു പക്ഷേ ഇത് കഴിഞ്ഞോളണില്ല. ഈ വിഷയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദറിനോട് ഇത് പറയുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളുടെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിലേക്കും കൂടി ചേർത്ത് വായിക്കേണ്ടതുണ്ട്. SSLC കഴിഞ്ഞു, ഇനി എന്ത്? +2 എന്ന് പറയുന്ന സംവിധാനത്തിന് തുടങ്ങുമ്പോൾ ഏത് സബ്ജക്റ്റ് ആണ് തിരഞ്ഞെടുക്കേണ്ടത്? ഏത് സബ്ജക്റ്റ് ആണ് എന്ന് തിരഞ്ഞെടുക്കുമ്പോൾ വാപ്പാക്ക് കുട്ടി ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുണ്ട്, അക്കൗണ്ടന്റ് ആകണമെന്ന് ആഗ്രഹമുണ്ട്, CA കാരനാകണമെന്ന് ആഗ്രഹമുണ്ട്, എഞ്ചിനീയർ ആകണമെന്ന് ആഗ്രഹമുണ്ട്. പാടില്ല, മകന് കഴിയുമോ എന്ന് നോക്കണം. ഹ്യൂമാനിറ്റീസ് എടുത്താൽ, കൊമേഴ്സ് എടുത്താൽ, സയൻസ് എടുത്താൽ, ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും എടുത്താൽ ഏതാണ് കഴിയുക? പുതിയ കാലത്ത് പല സംവിധാനങ്ങളും നമ്മുടെ സ്ഥാപനം മൗലൂദ് വീര അക്കാദമിയിൽ AI പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, റോബോട്ടിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്, BBA പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഇക്കൊല്ലം BTech എഞ്ചിനീയർ ആയിട്ടൊരു കുട്ടി ഇറങ്ങുന്നുണ്ട്. എന്റെ കൂടെ ഉള്ള ഈ കുട്ടി BBA പഠിക്കുന്ന കുട്ടിയാണ്. ഈ കൊല്ലം പേരൻസ് മീറ്റിംഗ് വിളിച്ചപ്പോ ഞാൻ അവരുടെ മാതാപിതാക്കളോട് പറഞ്ഞു, മക്കൾ മൊബൈലിൽ റീല് കണ്ടിട്ട് പെട്ടെന്നുള്ള ഒരു ആവേശത്തില് ചിലപ്പോ ഏവിയേഷൻ കോഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ AI പഠിക്കണം എന്ന് പറഞ്ഞേക്കാം, റോബോട്ടിക്സ് പഠിക്കണം എന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ പലവിധ ഈ മൊബൈലിന്റെ ആ കുറഞ്ഞ റീലിനുള്ളിലുള്ളത് റിയൽ അല്ല എന്ന് മനസ്സിലാക്കാത്ത മക്കൾ അതനുസരിച്ചിട്ടുള്ള ചില തീരുമാനങ്ങളായിരിക്കാം നിങ്ങളോട് പറയുന്നത്. പക്ഷെ നിങ്ങളുടെ മക്കളുടെ ബുദ്ധിയുടെ വിഷയത്തിൽ മക്കൾക്ക് എന്ത് പഠിക്കാൻ കഴിയുമെന്നുള്ള ഒരു അവബോധം ഓരോ വിശ്വാസിയുടെയും മനസ്സിലുണ്ടാകണം എന്നാണ് പറഞ്ഞു വന്നതിന്റെ ആശയം. എന്റെ മോൻ ഇതേ ആകാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് തല്ലിപ്പഴിപ്പിക്കുന്ന ശൈലി ആണെങ്കിൽ അതും ആകൂല, ഇതും ആകൂല. ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂദർ ഏറ്റവും മികച്ച സഹാബിയായിട്ടും അബൂദറിനെ പോലെ സത്യസന്ധനായ ഒരു കഴിവുള്ള മനുഷ്യനെ ഞാൻ ഭൂമി ലോകത്ത് കണ്ടില്ലെന്ന് പറഞ്ഞിട്ടും ഭരണപരമായ ഒരു സംവിധാനത്തിൽ അബൂദർ ചോദിക്കുന്ന സമയത്ത് മുത്തുനബി പറയാണ്, ആ മേഖല നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല അബൂദറേ. ഇനി നിങ്ങൾക്ക് ഞാനൊരു നയപ്രഖ്യാപന പ്രഭാഷണത്തിന്റെ കുറഞ്ഞ ഭാഗം ഞാനൊന്ന് പറഞ്ഞു തരട്ടെയോ? താരീഖു ത്വബരിയിൽ ബഹുമാനപ്പെട്ടവര് പറഞ്ഞ അൽ ബിദായത്തു വൻ നിഹായയിൽ വിവരിച്ചിട്ടുള്ള ഒരു നയപ്രഖ്യാപനം ആരുടെ നയപ്രഖ്യാപനമാണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശേഷം ഇസ്ലാമിന്റെ ഒന്നാമത്തെ ചീഫ് മിനിസ്റ്ററായി അവരോധിക്കപ്പെട്ട ഖലീഫ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ഖലീഫയായി നിയോഗിക്കപ്പെട്ടു. തെരഞ്ഞെടുപ്പിന്റെ ഫലം വന്നു. ബഹുമാനപ്പെട്ടവര് അവിടെ നിന്ന് തന്റെ സമുദായത്തിനോട് ആദ്യത്തെ നയപ്രഖ്യാപനം നടത്തുകയാണ്. അയ്യുഹന്നാസ്, ഓ ജനങ്ങളെ, ഞാൻ നിങ്ങളെ ഭരിക്കാൻ നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്, നിങ്ങളുടെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ ഭരണാധികാരിയായി തെരഞ്ഞെടുത്തു എന്ന് പറഞ്ഞാൽ ജയിച്ചതിന്റെ പേരിൽ നാം ആവേശം കൊള്ളുകയും തോറ്റതിന്റെ പേരിൽ നാം നിരാശപ്പെടുകയും ചെയ്യുന്നവർ ചേർത്ത് വെച്ച് വായിക്കേണ്ടതാണ്. ആരാ പറയുന്നത്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. ജയിച്ചവരാണെങ്കിലും തോറ്റവരാണെങ്കിലും നമുക്ക് സമന്മാരാണ്.
സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയാണ്, എന്താ പറയാ, ആരാ സിദ്ദീഖുൽ അക്ബർ? മുത്തുനബി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഖൈറുൻ നാസി ബഅദി, എനിക്ക് ശേഷം ഏറ്റവും ഖൈറായവർ, ഏറ്റവും നല്ലവർ, റസൂലുള്ളാഹിക്ക് ശേഷം ഏറ്റവും നല്ലവർ ആരാണെന്ന് ചോദിച്ചാൽ അബൂബക്കറും ഉമർ, അബൂബക്കറും ഉമറാണ്. അത്ര സർട്ടിഫിക്കറ്റ് കൊടുത്ത മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബി ഒന്നാമത്തെ ചീഫ് മിനിസ്റ്ററായിട്ട് സ്ഥാനമേറ്റതിനു ശേഷം നയപ്രഖ്യാപനത്തിൽ പറയാൻ, ഞാൻ നിങ്ങളുടെ അധികാരിയായി തെരഞ്ഞെടുത്തു എന്ന് കരുതിയിട്ട് വലസ്തും ബിഖൈരിക്കും, നിങ്ങളെക്കാൾ മികച്ചവനാണ് ഞാൻ നല്ല ആളാണ് എന്ന അർത്ഥമില്ല. അപ്പൊ ഒരു ഭരണാധികാരിക്ക് വേണ്ടത് എന്താണ്? ആദ്യം വിനയമാണ്. ഞാൻ നല്ല ആളാണെന്ന് അർത്ഥമില്ല, ശരിയല്ലേ? എങ്ങനെയാ നല്ല ആളാണെന്ന് നമുക്ക് പറയാൻ പറ്റിയ? ഒരു മണ്ഡലത്തിൽ നിന്ന് 5 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ചു, ഓരോ സ്ഥാനാർത്ഥികളും 20% വോട്ട് വെച്ച് പിടിച്ചിട്ടുണ്ട്. ഒരു സ്ഥാനാർത്ഥി 20%-ലേറെ വോട്ട് പിടിച്ചിട്ടുണ്ട്, അയാൾ ജയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ പാർട്ടി ജയിച്ചിട്ടുണ്ട്. അതിനർത്ഥം എന്താ? 80% ഇഷ്ടമില്ലാത്ത ഒരു സ്ഥാനാർത്ഥിയാണ്, ന്യൂനപക്ഷത്തിന് മാത്രം താല്പര്യമുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് എന്നല്ലേ അർത്ഥം? അങ്ങനെ അയാൾ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് കടന്നു വന്ന് ജയിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ അയാളുടെ നിലപാട് സ്വജനപക്ഷപാതമാകാൻ പാടില്ലല്ലോ. ഞാൻ നല്ല ആളായതുകൊണ്ട് ജയിച്ചതാണെന്ന് പറയാൻ പറ്റൂലല്ലോ. എനിക്കും എന്റെ പാർട്ടിക്കാർക്കും മാത്രം പ്രത്യേക പരിഗണന നൽകപ്പെടും എന്ന് പറയാൻ പറ്റൂലല്ലോ. ഇതിന്റെ മുൻ മാതൃകയാണ് ഏറ്റവും നല്ലവരായിരുന്നിട്ട് പോലും സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ നയപ്രഖ്യാപനത്തിന്റെ പ്രഭാഷണത്തിൽ ബഹുമാനപ്പെട്ട അവര് പറയുന്നത്, വലസ്തു ബിഖൈരിക്കും, ഞാൻ നിങ്ങളിൽ നല്ലവരാണ് എന്നെനിക്ക് ആശയമില്ല. ഫഇൻ അഹ്സൻതു ഫഅഈനൂനി, ഞാൻ നിങ്ങളെ ഭരിക്കുമ്പോ ഞാൻ ചെയ്യുന്നത് നല്ല കാര്യമാണ് എങ്കിൽ നിങ്ങൾ അതിലേക്ക് സഹകരിക്കുക. വഇൻ അസഅതു ഫഖവ്വിമൂനി, ഞാൻ ഇനി മോശത്തരം ചെയ്താലോ നിങ്ങൾ എന്നെ താക്കീത് ചെയ്തേക്കുക, നിങ്ങൾ എന്നെ വിലക്കിയേക്കുക. അസ്സിദ്ഖു അമാന, സത്യസന്ധത എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണ്. വൽ കദിബു ഖിയാന, വൽ കദിബു ഖിയാന, കളവ് എന്ന് പറയുന്നത്, അത് അഴിമതി എന്ന് പറയുന്നത് അതൊരു വഞ്ചനയാണ്. വല്ലഈഫു ഫീകും ഖബിയ്യുൻ ഇൻദി ഹത്താ അർജിഅ അലൈഹി ഹഖഹു ഇൻഷാ അല്ലാഹ്. ഈ നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവരുണ്ടല്ലോ, എനിക്ക് വോട്ട് ചെയ്തവർ എന്നല്ല, എന്റെ പ്രചരണത്തിൽ പങ്കെടുത്തവർ എന്നല്ല, ജയിച്ച വിഭാഗത്തിന്റെ ആളുകൾ എന്നല്ല, 10 കൊല്ലം ഭരിച്ചവരുടെ വിഭാഗത്തിൽപ്പെട്ട വിഭാഗത്തിന്റെ ആളുകൾ എന്നല്ല, തോറ്റുപോയ ആളുകൾ എന്നല്ല, പരാജയം നേരിട്ട ആളുകൾ എന്നല്ല, ആരുമാകട്ടെ, നിങ്ങൾക്കിടയിലെ ബലഹീനരായ പാവപ്പെട്ടവരുണ്ടല്ലോ, അവർ എന്റെ അടുക്കൽ ദുർബലരല്ല, അവർ ശക്തരാണ്. അവർക്ക് നീതിപരമായ കാര്യങ്ങൾ ഞാൻ എത്തിച്ചു കൊടുക്കുന്നതുവരെ. എന്റെ അടുക്കൽ നിങ്ങൾക്കിടയിൽ ശക്തരായ മനുഷ്യരുണ്ടല്ലോ, അവരുടെ ഹക്ക്, പാവപ്പെട്ട ആളുകൾക്കുള്ള ഹക്ക് അവരിൽ നിന്ന് പിടിച്ചു കൊടുക്കുന്നത് വരെ, നീതി നടപ്പാക്കുന്നത് വരെ, നിങ്ങൾ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും, എത്ര വലിയ നേതാവാണെങ്കിലും, എത്ര വലിയ തമ്പുരാനാണെങ്കിലും, എത്ര വലിയ നേതൃത്വം വഹിച്ച ആളാണെങ്കിലും എന്റെ മുന്നിൽ അവരൊന്നുമല്ല. അടിസ്ഥാന വർഗങ്ങളെ പരിഗണിക്കാൻ കഴിയുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിക്ക് വേണ്ട അടിസ്ഥാന ക്വാളിറ്റി എന്നാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ നയപ്രഖ്യാപനം. എന്നിട്ട് പറയാൻ, അള്ളാഹുവിനെയും റസൂലിനെയും അനുസൃതമായിട്ട് ഞാൻ കഴിഞ്ഞുകൂടുന്ന കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിച്ചാൽ മതി.
ഈ രാജ്യത്തിന്റെ ഭരണഘടന എടുത്തു വച്ചിട്ട് ഞാൻ സത്യസന്ധമായി പ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറയുന്ന നിമിഷം ഏത് ഭരണാധികാരിക്ക് പറയാൻ കഴിയും ഈ റൂൾ പ്രകാരമുള്ള ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ അടിസ്ഥാനപരമായ ആർട്ടിക്കിളുകൾക്ക് അനുസൃതമായി എന്റെ പ്രവർത്തനം മാറാത്ത കാലത്തോളം നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല, നിങ്ങൾ എനിക്ക് വേണ്ടി കൈയടിക്കേണ്ടതില്ല എന്ന് പറയാൻ കഴിയോ? ബഹുമാനപ്പെട്ടവർ പറയാൻ എന്താ പറയുന്നത്? എന്റെ മാനിഫെസ്റ്റോയായ, എന്റെ ദീനായ, എന്റെ പ്രത്യയശാസ്ത്രമായ, എന്റെ നിയമപുസ്തകമായ അല്ലാഹുവും റസൂലും പറഞ്ഞതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്ന കാലത്തെ നിങ്ങൾ എന്നെ അംഗീകരിക്കേണ്ടതുള്ളൂ, ഖലീഫയായി കാണേണ്ടതുണ്ടോ? ഫഇദാ അസൈതുല്ലാഹ വറസൂലഹു ഫലാ ത്വാഅത ലീ അലൈക്കും. ദീനിനെതിരായാൽ, അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരായാൽ, അല്ലെങ്കിൽ എന്റെ നയപ്രഖ്യാപനത്തിനെതിരായാൽ, നിങ്ങളെ ഇലക്ഷന് വേണ്ടിയിട്ട് ഞാൻ തെരഞ്ഞെടുപ്പ് പ്രചരണമായി ഇറങ്ങിയപ്പോ ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ സമയത്ത് ഞാൻ പുറത്തുവിട്ട ലഘുലേഖയിൽ പറയപ്പെട്ട ചില സംഗതികളുണ്ടല്ലോ, അത് അതിൻ്റെതായ കാലാവധിക്കുള്ളിൽ എനിക്ക് ചെയ്തു തീർക്കാനായിട്ടില്ല എങ്കിൽ, അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ എന്തു വേണോ? നിങ്ങൾ എന്നെ അനുസരിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ ആദരിക്കേണ്ടതില്ല, നിങ്ങൾ എന്നെ മെമ്പറായി കാണേണ്ടതില്ല, MLA ആയി കാണേണ്ടതില്ല, മന്ത്രിയായി കാണേണ്ടതില്ല, ചീഫ് മിനിസ്റ്ററായി കാണേണ്ടതില്ല എന്ന് പറയാൻ ആർക്കാണ് ഭൗതിക? ഇതാണ് ഇസ്ലാമിന്റെ മാനദണ്ഡം. ഇസ്ലാമിന്റെ മന്ത്രിസഭ രൂപീകരിക്കുന്നതിന്റെ നയപ്രഖ്യാപന പ്രഭാഷണത്തിൽ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു കൊണ്ടുവരുന്നതാണത്. അതുകൊണ്ടാണ് ആദരവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബ്ദുറഹ്മാൻ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് പറയുന്നത്, ലാ തസ്അലിൽ ഇമാറ, ലാ തസ്അലിൽ ഇമാറ, നേതൃത്വം നിങ്ങൾ ചോദിച്ചു വാങ്ങിക്കരുത്, അതിനുവേണ്ടി നിങ്ങൾ ഫ്ലെക്സ് ബോർഡുകൾ വയ്ക്കരുത്, അതിനുവേണ്ടി നിങ്ങൾ തർക്കിക്കരുത്, അതിനു വേണ്ടിയിട്ട് ഘടകകക്ഷിക്ക് അഭിപ്രായം പറയാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വർത്തമാനങ്ങളിലും തർക്കവിതർക്കങ്ങളിലും ഏർപ്പെടരുത്, അധികാര കസേരയ്ക്ക് വേണ്ടിയിട്ട് അടിപ്പണിയെടുക്കരുത്, അനുയായികളെ പ്രകോപിപ്പിച്ച് വിടാൻ പാടില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ലാ തസ്അലിൽ ഇമാറ, നേതൃത്വം ചോദിച്ചു വാങ്ങരുത്. ഫഇന്നക ഇൻ ഉതീതഹാ അൻ മസ്അലതി ഉഖിലത ഇലൈഹാ വഇൻ ഉതീതഹാ മിൻ ഗൈരി മസ്അലതി ഉഇനത ഇലൈഹാ. ചോദിച്ചു വാങ്ങിയാൽ ഭരണത്തിൽ അള്ളാഹുവിന്റെ സഹായം നിനക്ക് ഉണ്ടാകൂല, ആ ഭരണം വലിയ മെച്ചമൊന്നായിരിക്കില്ല. പറഞ്ഞതിനർത്ഥം ഇനി അതല്ല, ജനങ്ങളെല്ലാവരും കൂടി, ഘടകകക്ഷികളെല്ലാവരും കൂടി, മുന്നണികളെല്ലാവരും കൂടി അവരുടെ ഭൂരിപക്ഷ അഭിപ്രായത്തിൽ നിന്നെ തെരഞ്ഞെടുക്കാൻ നിനക്ക് കഴിഞ്ഞാൽ നിന്റെ പ്രവർത്തനങ്ങളിൽ ഖൈറുണ്ടാകും, ബറക്കത്തുണ്ടാകും, സഹായം ഉണ്ടാകും, ജനങ്ങൾ ക്ഷേമമാകും. പണ്ട് നമ്മളൊരു പാട്ടുപാടി സ്കൂളിൽ പഠിച്ചതുപോലെ, മാവേലി മല്ലൻ നാടുവാണിരും കാലം എന്ന് പറഞ്ഞ പാട്ട് പഠിച്ചിട്ടില്ലേ? അങ്ങനെ ഒരു പാട്ട് നമ്മൾ പഠിച്ചിട്ടില്ലേ? അത് നമ്മൾ പള്ളിയിൽ ഇരുന്ന് പാടണ്ട. ഏതായാലും ആ കാലം പോലെ നല്ലൊരു ഭരണം നിനക്ക് കാഴ്ചവെക്കാൻ കഴിയണമെങ്കിൽ അധികാരം നീ ചോദിച്ചു വാങ്ങിക്കാൻ പാടില്ല. ലാ തസ്അലിൽ ഇമാറ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അധികാരം മോഹവുമായി ആരെങ്കിലും രംഗപ്രവേശനം ചെയ്താലോ വളരെ നിർമ്മാണാത്മകരമായ രൂപത്തിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ ഗൗരവത്തെ ഉണർത്തി തരികയാണ്. മുത്തുനബി പറയുന്നു, ജാമിഉ തുർമുദിയിൽ ഈ ഹദീസ് കാണാം, മാദിഅബാനി ജാഇആനി അർസിലാ ഫീ ഗനമി ബിഅഫ്സദ ലഹാ മിൻ ഹിർസിൽ മർഇ അലൽ മാലി വശറഫി ലിദീനിഹി. രണ്ട് വിശന്നു വലഞ്ഞ ചെന്നായ്ക്കൾ, ആ ചെന്നായ്ക്കളെ ഒരു ആട്ടിൻപറ്റമുള്ള ഒരു ആട്ടിൻപറ്റത്തിലേക്ക് പറഞ്ഞു വിട്ടാൽ ആ ചെന്നായ്ക്കൾ ആ ആട്ടിൻപറ്റത്തെ എങ്ങനെ നശിപ്പിക്കുമോ അതിനേക്കാൾ അപകടം ചെയ്യും അധികാരമോഹമുള്ള ഒരാൾ, പണത്തിനോട് മോഹമുള്ള ഒരാൾ, സ്ഥാനമാനങ്ങളോട് മോഹമുള്ള ഒരാൾ കടന്നു വന്നാൽ
അവന്റെ മതത്തിനോട്, മുസ്ലിമീങ്ങളാകുമ്പോൾ നമ്മുടെ മതത്തിനോട്, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ പ്രക്രിയയാകുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണവാഴ്ചയുമായി ബന്ധപ്പെട്ട നിയമ സംവിധാനത്തിനോട് അപകടം ചെയ്യുമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന് ഇസ്ലാമിൻ്റെതായ ചില കോഡിട്ടുകളും ചില രാഷ്ട്രീയ മീമാംസകളും ചില നയങ്ങളുമുണ്ട്. ആ നയങ്ങൾക്കനുസരിച്ച് കടന്നു വന്ന ഇസ്ലാമിന്റെ ഭരണാധികാരികൾ, നിങ്ങൾ ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ചക്രവർത്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, കേട്ടിട്ടുണ്ടോ? ഹാറൂൺ റഷീദ് എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഉണ്ടായിരുന്നു. ഇസ്ലാം വളർത്തിക്കൊണ്ടുവന്ന ഒരു ചക്രവർത്തിയാണ്. ആ ഹാറൂൺ റഷീദ് ചക്രവർത്തിയുടെ ആ വ്യക്തിത്വത്തിന്റെ മഹത്വം എത്രയാണെന്നറിയോ? ഒരിക്കലും ഹാറൂൺ റഷീദ് ചക്രവർത്തി ഭാര്യയായിട്ട് ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരിക്കും. ഹില്ലത്തുൽ ഔലിയ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യയോടൊരു തമാശ പറഞ്ഞു. ആ തമാശ ഇങ്ങനെയാണ്: അന്തി താലിക്കുൻ ഇല്ലം അകുൻ മിൻ അഹ്ലിൽ ജന്ന. ഞാനേ സ്വർഗത്തിന്റെ അവകാശി അല്ല എങ്കില്, ഞാൻ സ്വർഗത്തിന്റെ അവകാശി അല്ല എങ്കില്, സ്വർഗത്തിന്റെ അവകാശി അല്ല എങ്കില് എന്ത്, ഞാനും നീയുമായിട്ടുള്ള വിവാഹബന്ധം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ത്വലാഖിന്റെ വാചകം പറഞ്ഞു. ഹാറൂൺ റഷീദ് ചക്രവർത്തി പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഗൗരവം മനസ്സിലാക്കുന്നത്. ആ കാലഘട്ടത്തിലെ പണ്ഡിതന്മാരെ മുഴുവനും വിളിച്ചിട്ട് ചോദിച്ചു, ത്വലാഖ് പോയോ, എന്റെ ഭാര്യ സുബൈദ എനിക്ക് നഷ്ടപ്പെടുമോ? ഒന്നുകൂടി എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞു, സ്വർഗത്തിൽ പോകുമോ എന്നുള്ള കാര്യമൊക്കെ വൈബിയല്ലേ, അതുകൊണ്ട് ഉറപ്പൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങളുടെ ത്വലാഖ് സംഭവിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ നിരാശനായിരിക്കുമ്പോ ആ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു പാവപ്പെട്ട, ഒരു സാധുവായ, ഒരു കനപ്പെട്ട ആലിമുണ്ടായിരുന്നു. ആ ആലിമിന്റെ പേര് ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു എന്നാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കണം, വ്യക്തിപരമായിട്ടൊന്ന് സംസാരിക്കണം, ഒറ്റയ്ക്ക് സംസാരിക്കണം. അങ്ങനെ ഇവര് ദർബാറിന്റെ അകത്ത്, റൂമിന്റെ അകത്ത് കയറിയിരിക്കുമ്പോ ഖുർആൻ എടുക്കാൻ പറഞ്ഞു. ഖുർആൻ എടുത്തു. ആ ഖുർആനിലെ സൂറത്തുർ റഹ്മാൻ എടുക്കാൻ പറഞ്ഞു. സൂറത്തുർ റഹ്മാൻ ഓതാൻ പറഞ്ഞു ഹാറൂൺ റഷീദിനോട്. ഓതി വന്നപ്പോ ഹാറൂൺ റഷീദ് ഒരു ആയത്തിന്റെ ഭാഗത്തെത്തി. ഏതാണ് ആ ആയത്ത്? വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. നിർത്ത് ഹാറൂൺ റഷീദേ, അല്ലാഹുവിനെ ഭയപ്പെടുന്നവർക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്താണ്. നിങ്ങളുടെ ഭാര്യ സുബൈദ നിങ്ങളുമായിട്ടുള്ള ബന്ധം മുറിഞ്ഞിട്ടില്ല എന്നുള്ള തെളിവെന്ന് ആദരവായ ലൈസ് ബിൻ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് ഒരു നേരമെങ്കിലും നിങ്ങൾ കരഞ്ഞിട്ടില്ലേ? ഐനും ബഖത്ത് മിൻ ഖശിയത്തില്ലാ. അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ട് ഞാനും നിങ്ങളും ഒരു 27-ാം രാവ് വരുമ്പോഴെങ്കിലും ആ രാത്രിയെങ്കിലും ഒന്ന് കരഞ്ഞവരാണ്. അങ്ങനെ അല്ലാഹുവിനെ ഭയപ്പെട്ട ആ മനസ്സുള്ളവർക്ക് സ്വർഗമുണ്ടെന്ന് ഖുർആൻ വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങ് കരഞ്ഞിട്ടുണ്ടോ? അങ്ങ് അല്ലാഹുവിനെ ഭയപ്പെട്ടിട്ടുണ്ടോ? എന്നാൽ ത്വലാഖ് പോയിട്ടില്ല. ഹാറൂൺ റഷീദ് പറയുകയാണ്, ഞാൻ റബ്ബിനെ ഓർത്ത് കരയാത്ത രാത്രികളില്ല, ഖുർആൻ ഓതിയിട്ട് ചിന്തിക്കാത്ത രാത്രികളില്ല, പടച്ച റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാത്ത രാത്രികളില്ല, ആളിക്കൊത്തുന്ന അഗ്നിസ്ഫുലിതങ്ങളുടെ നാളത്തിൽ കിടന്നിട്ട് വെന്തമരുന്നതിനെ ഓർത്ത് കരയാത്ത ദിനരാത്രങ്ങളില്ല. ആരാണിത്? ഹാറൂൺ റഷീദാണ്. ഈ ഹാറൂൺ റഷീദ് ഒരു കേവലം 14 ജില്ലയുടെ അധികാരിയല്ല. ഹാറൂൺ റഷീദിനെ പറ്റി ഒരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. യാ അയ്യതുഹസ് സഹാബതു അംതിരി ഹൈതു ശിഅതി ഫഇന്ന ഹറാജകി സയഅതി. പട്ടുപ്പാവിലിരിക്കുമ്പോ കാർമേഘം കൂടുകൂട്ടിയാൽ കാർമേഘത്തിനോട് ഹാറൂൺ റഷീദ് പറയും, മഴയെ പെയ്തുകൊള്ളുക, നീ എവിടെ പെഴുതാലും നിന്റെ ലാഭം എന്നെ
മുന്നിൽ വന്നു ചേരുമെന്ന് എന്ന് പറഞ്ഞാൽ അത്ര പ്രവിശാലമായിരുന്നു ഹാറൂൺ റഷീദിന്റെ. എവിടെ മഴ പെയ്താലും അതിൽ നിന്ന് മുളയ്ക്കുന്ന കൃഷിയുടെ ടാക്സ് ഹാറൂൺ റഷീദിന്റെ കൊട്ടാരത്തിലെത്തുമായിരുന്നു. കേവലം 14 ജില്ലകളുടെ അധികാരിയല്ല, 58 സംസ്ഥാനങ്ങളുടെ അധികാരിയല്ല. പ്രവിശാലമായി കിടക്കുന്ന മാമലകളും സമതലങ്ങളും മരുഭൂമികളും എല്ലാം അടങ്ങിയ മനോഹരമായ രാജാധിപതിയായിരുന്ന ഹാറൂൺ റഷീദ്. വലിമൻ ഖാഫ മഖാമ റബ്ബിഹി ജന്നതാൻ. ഉത്തരവാദിത്വ ബോധമുള്ളവനായിരുന്നു, അള്ളാഹുവിനെ ഭയപ്പെട്ട് കരഞ്ഞവനായിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത വെള്ളിയാഴ്ച പറയാം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഇത്തരം ചർച്ചകളൊക്കെ നടക്കുമ്പോൾ നമ്മൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെയൊക്കെ ഓർത്ത് അനാവശ്യ കമന്റുകളിലൊന്നും ഇടാതെ, കക്ഷിത്വം ചേരാതെ, നൈതികമായ ഒരു നല്ല സ്വഭാവം മുസ്ലിം ഉമ്മത്തിന് ഉണ്ടാകുക. അതിന്റെ പേരിൽ വെറുതെ അവിടെ ഫ്ലക്സ് കീറി, അത് കീറി, ഇത് കീറി, അതിലൊക്കെ മുസൽമാൻ മുന്നിൽ നിൽക്കുക, പള്ളിയുടെ പ്രസിഡന്റ് മുന്നിൽ നിൽക്കുക. ഇന്ന് എവിടെയോ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഒരു പള്ളിയുടെ ഒരു പ്രസിഡന്റ്, ഒരു സയ്യിദാൻ, ഒരു സമൂഹത്തിനെ നയിക്കുന്ന ഒരാളാണ് ഒരു സ്ഥാനാർത്ഥിയുടെ തല മുറിച്ച് മാറ്റുന്നത്. അതൊന്നും, അത്തരം പ്രവർത്തനങ്ങളൊന്നും നമ്മുടെ നാട്ടിൽ മുസൽമാനാണ്. നമ്മുടെ മുസൽമാന്റെ ഒരു ക്വാളിറ്റി എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അതുകൊണ്ട് അനാവശ്യ ചർച്ചകളിൽ ഞാനും നിങ്ങളും ഉണ്ടാവാൻ പാടില്ല. അത്തരം സംസാരങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ നയപ്രഖ്യാപനം, എന്റെ നേതാക്കൾ സിദ്ദീഖാണ്, ഉമറാണ്, ഉസ്മാനാണ്, അലിയാണ്, അള്ളാന്റെ റസൂലാണ്. അള്ളാന്റെ റസൂലിന്റെയൊക്കെ നയ ഇതാണ്. നമുക്ക് പറ്റിയില്ലേ? മൗനം പാലിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ.